ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി ഒരു മർഡർ മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയായിട്ട് 2025 പുറത്തിറങ്ങിയ മിസ്റ്ററി ഐലൻഡ് ഹൗസ് റൂൾസ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുന്നേ ഞാനൊരു മൂവിയിൽ ഇതുപോലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സ്റ്റോറിയോടൊപ്പം സഞ്ചരിച്ചാൽ മാത്രമേ മൂവി കാണുന്ന നിങ്ങൾക്കും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് സ്റ്റോറിയോടൊപ്പം സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ മൂവിയാണിത്. വെറുതെ പറയല്ല, ഈ മൂവി സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെയും നിങ്ങൾ ഒരു ഭാഗം പോലും സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ നിങ്ങൾക്കും ഈ കഥയോടൊപ്പം തന്നെ കൊലയാളികൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അതിനുള്ള എല്ലാ ഹിന്റുകളും തന്നുകൊണ്ടായിരിക്കും ഈ മൂവി പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ സ്റ്റോറിയോടൊപ്പം തന്നെ സഞ്ചരിച്ച് കൊലയാളി ആരാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അത് കമന്റ് ചെയ്യുക. ഇനിയിപ്പോൾ അത് ആരെങ്കിലും കമന്റ് ചെയ്താലും ഓ ഇവരായിരുന്നോ കൊലയാളി എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് ഈ വീഡിയോ കാണാതിരുന്നാലേ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. കാരണം അവരാണ് കൊലയാളി എന്ന് അറിഞ്ഞെങ്കിലും ഇവരെങ്ങനെയാണ് ഇത് ചെയ്തത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒരിക്കലും കണ്ടുപിടിക്കാണ്ട് കഴിയത്തില്ല. അതുപോലെയാണ് ഈ മൂവി ഉള്ളത്. അതും ഒരു ഗെയിം പോലെ തന്നെ ഈ കഥയോടൊപ്പം ഓരോ കഥാപാത്രങ്ങളായിട്ട് നിങ്ങൾ നല്ലതുപോലെ ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാലേ കൊലയാളി ആരാണെന്ന് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. എന്നിട്ട് എല്ലാവരും കമന്റ് ചെയ്യുക. നമുക്ക് നോക്കാം ആരൊക്കെയാണ് കൊലയാളിയെ കണ്ടുപിടിക്കുന്നതെന്ന്. എന്നിട്ട് ഇതുപോലെ അടുത്തൊരു മൂവിയും കൊണ്ടുവരാം. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഞാനും കാണുന്ന നിങ്ങളും എല്ലാവരും ഈ വീഡിയോടൊപ്പം തന്നെ ഒരുപോലെ സഞ്ചരിച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്കിത് കണ്ടു തീർക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കുക. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും സ്റ്റോറിയിലേക്ക് പോവാം. നിങ്ങൾ എല്ലാവരും തയ്യാറാണെന്ന് വിശ്വസിക്കുന്നു. ആണെങ്കിൽ ഓരോ ലൈക്ക് ഓടിച്ച് നേരെ സ്റ്റോറിയിലേക്ക്. കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിനും അതേപോലെ തന്നെ ഹീറോയും ഇവരെ രണ്ടുപേരെയാണ് കാണിക്കുന്നത്. ഈ കഥയിലെ നമ്മുടെ ഹീറോയിൻ പോലീസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രിമിനൽ സൈക്കോളജിസ്റ്റ് ആണ്. ഹീറോ ആണെങ്കിൽ ഒരു ഡിറ്റക്റ്റീവ്. മിസ്റ്ററി ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ദ്വീപുണ്ട്. അവിടെയാണെങ്കിൽ 1-2 റിസോർട്ടുകളും. ഇപ്പൊ ആ റിസോർട്ടിലെ ഗസ്റ്റ് ആയിട്ട് വരുന്ന ആളുകളുണ്ടല്ലോ, അവർക്കൊരു ഗെയിം കൊടുക്കും. ഈ റിസോർട്ടിൽ ഒരു കൊലപാതകം നടക്കുന്നത് പോലെയും ആ കൊലപാതകം ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കണം. അതും ആ റിസോർട്ടിൽ ഗസ്റ്റ് ആയിട്ട് വരുന്നവർ തന്നെ. ഇതൊരു ഗെയിം പോലെയാണ് അവിടെ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഹീറോയിനും ഹീറോയ്ക്കും ഈ ഒരു ഐലൻഡിലെ എഴുത്തുകാരായിട്ട് ജോലി കിട്ടും. അങ്ങനെ ഇവർ രണ്ടുപേരും ആ ഒരു ഐലൻഡിലേക്ക് ചെല്ലുമ്പോൾ ഇവിടെയുള്ള ഒരു റിസോർട്ടിൽ നിന്നും മറ്റൊരു റിസോർട്ടിലേക്ക് എല്ലാവരും ഗസ്റ്റ് ആയിട്ട് പോവാണ്. ആ സമയത്ത് ആ ഒരു റിസോർട്ടിലും ഇതുപോലൊരു ഗെയിം സംഘടിപ്പിക്കുന്നു. അതും ഒരു മർഡർ മിസ്റ്ററി ഗെയിം. പക്ഷെ അവിടെ സംഭവിക്കുന്നതാണെങ്കിലോ ശരിക്കും ഒരു കൊലപാതകം നടക്കുകയും ചെയ്യുന്നു. അതിനുശേഷം തുടർച്ചയായിട്ട് ഒരുപാട് കൊലപാതകങ്ങളും യഥാർത്ഥത്തിൽ സംഭവിക്കുകയും ചെയ്യുന്നു. ഇതിനെല്ലാം കാരണം എന്താണ്, ആരാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് നമ്മുടെ ഹീറോയിനും കൂടി ചേർന്ന് ഇവരോടൊപ്പം തന്നെ അത് കണ്ടുപിടിക്കാനും ശ്രമിക്കുന്നു. ഇപ്പൊ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനും ആ ഒരു മിസ്റ്ററി ഐലൻഡ് ദ്വീപിലാണ് ഉള്ളത്. അതുപോലെ അടുത്ത മിസ്റ്ററി ഗെയിമിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്ലോട്ട് എങ്ങനെയെല്ലാം സെറ്റ് ചെയ്യാം എന്നിവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിനു മുന്നേ ഈ റിസോർട്ടിലെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗസ്റ്റ് ആയിട്ട് വന്നവർക്കെല്ലാം കുറച്ചുകൂടി ആവേശം കൂടി ഈ ഒരു കേസ് കണ്ടുപിടിക്കാനും ആ ഒരു ഗെയിമിൽ പങ്കെടുക്കാനും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 13 മാസത്തേക്ക് റിസോർട്ട് ആൾറെഡി ബുക്ക്ഡ് ആണ്. അതുകൊണ്ട് മറ്റൊരു റിസോർട്ടും കൂടി ഇതേ ഐലൻഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഹീറോയിൻ ഇതിനു മുന്നേ ആ ഒരു റിസോർട്ടിന്റെ ഓണറിനോട് ഒരു സജഷൻ വെച്ചിരുന്നു. അതുപോലെ തന്നെ അവർ മറ്റൊരു റിസോർട്ടും ഈ ദ്വീപിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റിസോർട്ടിന്റെ പേര് മിസ്റ്ററി മൗണ്ടെയിൻ. അപ്പോൾ ഈ റിസോർട്ടിന്റെ ഓണറായിട്ടുള്ള ലേഡിയുടെ പേര് ജെയിനി എന്നാണ്. ഇപ്പോൾ ജെയിനി ഹീറോയിനോടും പറയും, ഞങ്ങളുടെ അടുത്തൊരു റിസോർട്ടിൽ ഇതുപോലെ തന്നെ ഒരു മർഡർ മിസ്റ്ററി ഗെയിം അവർ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അവിടെ പോയിട്ട് ആ ഒരു ഗെയിം എക്സ്പീരിയൻസ് ചെയ്യാം, അതിൽ പങ്കെടുക്കാമെന്നും പറഞ്ഞ് ഇവരെ രണ്ടുപേരെയും വിളിക്കുന്നതും. ഇപ്പൊ അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഇവരെ രണ്ടുപേരും വേറൊരു റെസ്റ്റോറൻറ്റിൽ കണ്ടുമുട്ടാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ലണ്ടനിലെ ഒരു ക്രിമിനൽ സൈക്കോളജിസ്റ്റ് ആണ്. ഇപ്പൊ തിരിച്ച് ലണ്ടനിലേക്ക് പോകണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം ഹീറോയിനെ കൊണ്ട് എടുക്കാൻ കഴിയുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാല് ഹീറോയിൻ ലണ്ടനിലുണ്ടായിരുന്നപ്പോൾ അവിടെ ഒരു കേസിലെ പോലീസിനെ ഹീറോയിൻ സഹായിച്ചിട്ടുണ്ട്. വേറൊരു സൈക്കോളജിസ്റ്റ് ഒരു 7 പേരെ കൊല ചെയ്തു. അപ്പൊ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവരിൽ നിന്ന് സത്യം മനസ്സിലാക്കിയത് ഹീറോയിനാണ്. അതുപോലെ ആ ഒരു സൈക്കാട്രിസ്റ്റ് ജയിലിൽ പോയാലും അവർക്ക് വെളിയിൽ നല്ല കോണ്ടാക്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ആ ഒരു സൈക്കോളജിസ്റ്റിനെ പിടിച്ചു കൊടുത്തതുകൊണ്ട് അവർ ഹീറോയിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അതുകൊണ്ടാണ് തിരിച്ച് നാട്ടിലേക്ക് പോകണോ വേണ്ടതെന്ന് ഹീറോയിൻ ഇപ്പോൾ ചിന്തിക്കുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഹീറോയിനെ ആരോ ഫോളോ ചെയ്യുന്നത് പോലെയും അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഈ ഒരു മിസ്റ്ററി ഐലൻഡിൽ തന്നെ ഒരു റൈറ്ററായിട്ട് തന്നെ ജോലി ചെയ്താലോ എന്ന് ഹീറോയോട് ചോദിക്കുമ്പോൾ ഹീറോ പറയും, നിനക്ക് ഒരു കുഴപ്പവും വരത്തില്ല, ഞാനിതെല്ലാം കൂടെ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മിസ്റ്ററി ഐലൻഡിൽ നിന്നും ഇവരൊരു ബോട്ട് എടുത്ത് അവിടെ നിന്ന് പോവാതെ നിൽക്കാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ജെയിൻ ഇവർ 3 പേരല്ലാതെ വേറെ കുറച്ച് പേരും ഇവരോടൊപ്പം ഉണ്ട്. ഒന്ന് ബെനറ്റ്, ഈ റിസോർട്ടിൽ ഇവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവരാണ്. അതേപോലെ തന്നെ അവരുടെ ഒരു അസിസ്റ്റന്റ്, അവന്റെ പേര് ടോം. ഇപ്പോൾ ടോം പുതുതായിട്ടാണ് ഈ ഒരു ടീമിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ബെനറ്റ് അവൻ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അപ്പൊ ഇവർ 5 പേരും പിന്നെ ആ ഒരു ഓണറും മിസ്റ്ററി മൗണ്ടെയിൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു റിസോർട്ടിലേക്കാണ് ഇവരെല്ലാവരും ഗസ്റ്റ് ആയിട്ട് പോകുന്നത്. അപ്പൊ ആ റിസോർട്ടിലെ കുറച്ച് ആളുകളുണ്ട്. അതിലെ ലീഡർ ആയിട്ടുള്ള ഒരുത്തന്റെ പേരാണ് ഡെക്സ്. അതേപോലെ തന്നെ നമ്മുടെ മിസ്റ്ററി ഐലൻഡിൽ ഹീറോയും
എഴുത്തുകാരായിട്ടാണുള്ളത്. അതുപോലെ തന്നെ ആ റിസോർട്ടിലും 2 എഴുത്തുകാരുണ്ട്. ഒരാള് ചിക്കാഗോ പോലീസിലെ ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേഡി, പേര് റീജൻ. അടുത്തൊരാള് ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിമിനൽ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ സ്റ്റാൻലി. അതേപോലെ മിസ്റ്ററി മൗണ്ടൻ എന്ന് പറഞ്ഞ ഈ ഒരു റിസോർട്ടിൽ എല്ലാവരെയും ശ്രദ്ധിക്കാനായിട്ട് ഒരാളുണ്ടല്ലോ, ഗസ്റ്റുകളെല്ലാം നോക്കുന്ന അങ്ങനെ ഒരു ലേഡി ഉണ്ട്. അവളുടെ പേര് ഹിങ്ക. കൂടാതെ സെക്യൂരിറ്റി ഹെഡ് ആയിട്ടുള്ള ഒരുത്തൻ, അവന്റെ പേര് കാലിഫ്. അപ്പൊ ഇവനൊരു എക്സ് ആർമി മെഡിക്കും കൂടിയാണ്. അങ്ങനെ ഇവർ ഇത്രയും പേരും ഇപ്പോൾ വരാൻ പോകുന്ന ആ ഒരു ടീമിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും മിസ്റ്ററി ഐലൻഡിലെ ആ ഒരു ടീമെല്ലാം മിസ്റ്ററി മൗണ്ടൻ എന്ന് പറഞ്ഞ ഈ ഒരു റിസോർട്ടിലേക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ മൗണ്ടൻ ടീം ഐലൻഡ് ടീമിനെ വെൽക്കം ചെയ്തിട്ട് എല്ലാവരും അകത്തേക്ക് കൊണ്ടുവരാണ്. അപ്പൊ അകത്തേക്ക് കയറുമ്പോഴത്തേക്കും അതിന്റെ എൻട്രൻസിൽ തന്നെ ഇതിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ഒരാളുടെ ശില്പം വെച്ചിട്ടുണ്ട്. കാരണം അയാൾ മരിച്ചുപോയി. അങ്ങനെ ഇങ്ക ബെനറ്റിനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവൾക്ക് താമസിക്കാനുള്ള ആ ഒരു റൂം കാണിച്ചു കൊടുക്കുന്നു. കാലിഫ് ആണെങ്കിലോ ടോമിനെ കൊണ്ടുപോയിട്ട് അവന്റെ റൂം കാണിച്ചു കൊടുക്കുന്നു. ഡെക്സ് ആണെങ്കിലോ ജെയിനെ കൊണ്ടുപോയിട്ട് അവർക്ക് താമസിക്കാനുള്ള ആ ഒരു റൂം കാണിച്ചു കൊടുക്കും. ഡിറ്റക്റ്റീവ് റീഗൻ ആണെങ്കിൽ നമ്മുടെ ഹീറോയെ കൂട്ടി അവന്റെ റൂമിന്റെ അടുത്തേക്ക് പോകുന്നു. ഡോക്ടർ സ്റ്റാൻലി ആണെങ്കിലോ ഹീറോയിനെ കൂട്ടിയിട്ട് അവൾക്ക് താമസിക്കാനുള്ള ആ ഒരു റൂം കാണിച്ചു കൊടുക്കും. അതുപോലെ നമ്മുടെ ഡോക്ടറിന് ലണ്ടനിൽ ഒരുപാട് കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ തെളിയിച്ച ആ ഒരു കേസ് ഉണ്ടല്ലോ, ആ കേസിനെ പറ്റി ഈ ഡോക്ടറിനെ നല്ലതുപോലെ തന്നെ അറിയാം. എന്നിട്ട് ആ ഡോക്ടർ പറയുന്നുണ്ട്, നീ നല്ല ടാലന്റ് ഉള്ള ഒരാളാണ്. സാധാരണ എപ്പോഴും ഗെയിം നടത്തുന്ന ഒരു ടീമാണ് മിസ്റ്ററി ഐലൻഡ്. പക്ഷേ ആ ഗെയിം നടത്തുന്ന ടീം തന്നെ ഇപ്പോൾ ഈ ഒരു ഗെയിം കളിക്കാൻ വേണ്ടി ഇവിടേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണെന്നല്ല ആ ഡോക്ടർ പറയുന്നുണ്ട്. അങ്ങനെ രാത്രിയാവുന്നതും എല്ലാവരും മദ്യമെല്ലാം കഴിച്ചിട്ട് സാധാരണ രീതിയിൽ സംസാരിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ പറയുന്നത്, ഡെക്സിന്റെ ടീം നല്ല സൂപ്പർ ആയിട്ടുണ്ടല്ലേ. അപ്പോൾ ജെയിം പറയും, നമ്മുടെ ടീം എന്താ വെറുതെയാണോ, അവരെന്ത് ഗെയിം വെച്ചാലും നമ്മളത് ഈസി ആയിട്ട് കണ്ടുപിടിക്കും. അതേപോലെ തന്നെ മിസ്റ്ററി ഐലൻഡ് എന്ന് പറഞ്ഞ ഇവരുടെ ആ ഒരു റിസോർട്ടിലെ ഈ സെൽഫോൺ ഫെസിലിറ്റീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെയാണെങ്കിലോ ബ്ലൂടൂത്ത് എല്ലാം കണക്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ഇവിടെ ഉണ്ട്. അങ്ങനെ മിസ്റ്ററി ഐലൻഡിന്റെ ടീമിനെല്ലാവർക്കും ഓരോ ഫോൺ കൊടുക്കുന്നു. ഫോൺ കൊടുത്തിട്ട് ഡെക്സർ പറയും, ഓക്കെ, ഈ ഒരു ഫോണെല്ലാം ഓൺ ആകുമ്പോഴത്തേക്കും ഗെയിം സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ആഹാരം കഴിക്കാനായിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഡോക്ടർ സ്റ്റാൻലി ഉണ്ടല്ലോ, അയാൾക്ക് ടോമിനെ എവിടെയോ കണ്ടതുപോലെ, പക്ഷെ എവിടെയാണ് കണ്ടതെന്ന് നല്ല ഓർമ്മയില്ല. അപ്പോൾ ടോം പറയും, സോറി സാർ, നമ്മൾ ഇതുവരെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഹീറോയിൻ ഡെക്സിനോട് ചോദിക്കും, അല്ല ഇതുപോലൊരു ടീമിനെ നീ എവിടെ നിന്നാ കണ്ടുപിടിച്ചത്? അപ്പോൾ ഡിറ്റക്റ്റീവ് ഇങ്ക പറയും, അത് വേറെ ഒന്നുമല്ല, ഇങ്കയില്ലേ, അവൾക്ക് ഒരു ക്രിമിനൽ റെക്കോർഡുണ്ട്. കാരണം നമ്മുടെ ഡിറ്റക്റ്റീവ് ഈ ജോലിയിലേക്ക് വരുന്നതിന് മുന്നേ അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടാണ് അവൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതുമല്ല, ഹിങ്കയ്ക്ക് ആ ഒരു ക്രിമിനൽ റെക്കോർഡ് ഉള്ളത് അവളെ ജോലിക്കെടുത്ത ഡെക്സിന് പോലും ഇതുവരെ അറിയത്തില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ എല്ലാവരും, ഹേയ്, ഈ സ്റ്റാഫ്സിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഡെക്സ് നല്ലതുപോലെ നോക്കിയില്ലായിരുന്നു എന്നെല്ലാവരും ഇങ്ങനെ പരസ്പരം പറയുന്നുണ്ട്. അപ്പോഴാണ് ഡിറ്റക്റ്റീവ് പറയുന്നത്, ഇങ്കയുടെ യഥാർത്ഥ പേര് ഡെയ്സി. അവളുടെ ഭർത്താവിനെ കൊന്നതിന് 3 വർഷം ജർമ്മനിയിലെ ഒരു ജയിലിൽ അവൾ കഴിഞ്ഞിട്ടുണ്ട്. ആ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷമാണ് അവളുടെ ഐഡന്റിറ്റി തന്നെ അവൾ മാറ്റിയത് എന്നുള്ള കാര്യം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈ ഡിറ്റക്റ്റീവ് പറയുമ്പോൾ ഇങ്കയ്ക്ക് എന്തോ പോലെ ആയിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അപ്പോൾ ഡിറ്റക്റ്റീവ് പറഞ്ഞതെല്ലാം സത്യമാണോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി ഇങ്കയ്ക്ക് പുറകെ തന്നെ ഡെക്സും പോകുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും, ഓ, അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരു കൊലയാളി ഉണ്ടല്ലേ. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഡിറ്റക്റ്റീവ് ഉണ്ടല്ലോ എന്തോ ഒരു മരുന്നെടുത്ത് കഴിക്കുന്നത് ഇവർ രണ്ടുപേരും കാണും, ഹീറോയിനും. അപ്പോൾ ഡിറ്റക്റ്റീവ് പറയും, ഇതൊരു ആൻസൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ കഴിക്കുന്ന മരുന്നാണ് എന്ന് പറയുന്നതും ഈ ഐലൻഡ് ടീമിലുള്ള എല്ലാവരുടെയും കയ്യിൽ ഒരു ഫോൺ കൊടുത്തിരുന്നല്ലോ, ആ ഫോണ് ഇപ്പോൾ ഓൺ ആവുകയാണ്. ഇപ്പോൾ എല്ലാവരുടെയും ഫോണിൽ കാണിക്കുന്നത് ഓരോ ലെറ്ററുകൾ. അങ്ങനെ എല്ലാവരുടെയും ഫോണും എടുത്ത് ഒരുമിച്ച് വെച്ച് നോക്കുമ്പോഴത്തേക്കാണ് ഗെയിം RM എന്നാണ് അതിൽ കാണിക്കുന്നത്. അതിനർത്ഥം വേറൊന്നുമല്ല, ഗെയിം റൂം എന്നാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയ എല്ലാവരും നേരെ ഗെയിം റൂമിലേക്ക് പോകുന്നു. പെട്ടെന്നാണ് വെളിയിൽ നല്ല ഇടിയും മിന്നലും വരുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കുന്നു. അത് യഥാർത്ഥമായിട്ടുള്ളതല്ല, ഈ ഒരു മൗണ്ടൻ ടീം ഈ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്ത സൗണ്ടാണത്. അങ്ങനെ ഇവരെല്ലാവരും ആ ഗെയിം റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ളൊരു ഡിസ്പ്ലേയിൽ റിഡിൽ എന്നുള്ളൊരു വാക്ക് തെളിഞ്ഞു വരുന്നുണ്ട്. അതേ സമയം തന്നെ എല്ലാവരുടെ ഫോണിലും ഇതുപോലെ തന്നെ ആ ഒരു റിഡിൽ എന്ന് പറഞ്ഞിട്ട് ലെറ്ററുകൾ ഉണ്ടല്ലോ, അത് ഓരോന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞു വരുന്നു. അപ്പോൾ ആ ഒരു ഓർഡറിൽ തന്നെ ഐലൻഡ് ടീം വരി വരിയായിട്ട് നിൽക്കുമ്പോഴത്തേക്കും വെളിയിലൊരു ലേഡി സംസാരിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഈ റിസോർട്ടിലെ മരിച്ചുപോയ ഫൗണ്ടറിന്റെ അമ്മ സംസാരിക്കുന്നത് പോലെ ഒരു ഹോളോഗ്രാമാണ് അവർ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ പേര് എവലിൻ. ശബ്ദവും ആ ഒരു രൂപവും എല്ലാം കറക്റ്റായിട്ട് തന്നെ അതുപോലെ തന്നെ അവർ ചെയ്തിട്ടുണ്ട്, അതും ഒരു AI വെച്ച്. അപ്പോൾ എവലിൻ അതിലെന്തോ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് 3ഉം ഇവരെല്ലാവരും നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യും. അപ്പോഴേക്കാണ് അകത്തുപോയ ഡെക്സനും ഹിങ്കയും അവർ രണ്ടുപേരും സംസാരിച്ചിട്ട് ഇപ്പോൾ വെളിയിലേക്ക് വരുന്നു. അപ്പോൾ ഡെക്സൻ പറയും, അവളുടെ മേലിലൊരു കേസുള്ളത് ശരി തന്നെയാണ്, പക്ഷെ അവൾ മനഃപൂർവ്വം ഭർത്താവിനെ കൊന്നതല്ല. റോഡിലൂടെ കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും റോഡിൽ ഒരു പന്നിക്കുട്ടി കിടന്നു. അതിനിടിക്കാതെ വണ്ടി തിരിച്ചപ്പോഴത്തേക്കും ആക്സിഡന്റ് സംഭവിച്ചിട്ട് അതിലാണ് അവളുടെ ഭർത്താവ് മരണപ്പെട്ടത്. ഈ കാര്യം സത്യത്തിലെ ഡിറ്റക്റ്റീവിന് അറിയാം. അത് പറയുന്നതിന് മുന്നെയാണ് ഇങ്കയും ഡെക്സും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയത്. അപ്പോൾ എവലിൻ പറഞ്ഞ ഒരു ചെറിയ കഥയുണ്ട്, അതിപ്പോൾ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴത്തേക്കാണ്
ആർത്തർ എന്ന് പറഞ്ഞിട്ട് അവൻ എഴുതിയ ആ ഒരു ബുക്കിലെ ഒരു പോയമും എവലിൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടി ആ ഒരു ലൈബ്രറിയിലേക്ക് പോകണമെന്നും പറഞ്ഞ് ഇവരെല്ലാവരും ലൈബ്രറിയിലേക്ക് ചെന്നിട്ട് ആ ഒരു പോയം ബുക്കുണ്ട് അതെടുത്ത് തുറന്നു നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് നിന്നും ഒരു മെറ്റൽ പ്ലേറ്റ് താഴേക്ക് വീഴുന്നു. അതുമല്ല ആ ഒരു പ്ലേറ്റിലാണെങ്കിലോ ചെറിയ ചെറിയ ഹോളുകളുണ്ട്. ഇത് കാണുമ്പോഴത്തേക്ക് ഇവർ പറയും ഇത് 16th സെഞ്ചുറിയിൽ യൂസ് ചെയ്തിരുന്ന സൈഫൈ ഡിവൈസ് എന്നാണ് ബെനത്ത് പറയുന്നത്. എന്താന്ന് വെച്ചാൽ ഈ ഒരു പ്ലേറ്റ് ഒരു ബുക്കിലേക്ക് വെക്കുമ്പോഴത്തേക്കും അതിന്റെ ആ ഒരു ഹോളിലൂടെ കാണുന്ന അക്ഷരങ്ങളുണ്ടല്ലോ അതിലെ എന്തെങ്കിലും ഒരു സീക്രട്ട് മെസ്സേജ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എവലിൻ പറഞ്ഞ ആദ്യത്തെ ആ ഒരു ചെറുകഥ ഉണ്ടല്ലോ അതെന്താണെന്ന് അറിയാൻ വേണ്ടി ആ ബുക്കിൽ തന്നെ ഒരു പേജിൽ അവർ വെക്കുന്നു. അപ്പൊ അതിൽ കാണുന്ന ആ ഒരു ലെറ്റർ വെച്ച് നോക്കുമ്പോഴത്തേക്കാണ് ടെലിമാട്രസ് എന്നുള്ളൊരു വാക്കാണ് അതിലൂടെ വരുന്നത്. അപ്പോൾ ടെലിമാട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർച്ചറിനെ സൂചിപ്പിക്കുന്നതാണ്. ഇത് നമ്മുടെ ഹീറോയിൻ ഗസ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ ഒരു ചെറിയ അമ്പ് എവിടെ നിന്നോ നമ്മുടെ ഡിറ്റക്റ്റീവിന്റെ കഴുത്തിലേക്ക് വന്ന് കൊള്ളുന്നു. അതുമല്ല ആ ഒരു അമ്പിനെ വിളിക്കുന്നത് ഡോട്ട് എന്നാണ്. അപ്പൊ ഈ ഒരു അമ്പ് നമ്മുടെ ഡിറ്റക്റ്റീവ് കഴുത്തിൽ നിന്ന് ഊരുന്നതും ഈ അമ്പ് എവിടെ നിന്ന് വന്നു എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെ എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കാണ് ആ ബുക്ക് ഷെൽഫ് ഉണ്ടല്ലോ അതിനിടയിലായിട്ട് തന്നെ ബുക്കിനിടയിലായിട്ട് ഒരു ചെറിയ ഡിവൈസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്നാണ് ആ ഒരു ഡോട്ട് വെളിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഡിവൈസ് പ്രവർത്തിപ്പിക്കുന്നത് എന്ന് നമ്മുടെ ഹീറോ പറയും. അപ്പോൾ ജെയിൻ പറയും ഓ ഇപ്പൊ എന്താ ആ ഒരു റിമോട്ട് കൺട്രോൾ ആരുടെ കയ്യിലിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം, അത്രയല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ഡെക്സ് അനങ്ങാതെ തന്നെ നിൽക്കുന്നു. എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഇതുപോലെ ഈ ഡോട്ട് വന്ന് ഡിറ്റക്റ്റീവിന്റെ കഴുത്തിൽ കുത്തുന്നത് പോലെ ഒരു സ്ക്രിപ്റ്റ് ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നതും നിങ്ങൾ തന്ന ആ ഒരു ക്ലൂ ഇല്ലേ അത് വെച്ചിട്ടാണ് ഞങ്ങൾ ഇതുവരെ കണ്ടുപിടിച്ചത്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും മാർച്ചർ എന്നുള്ള ആ ഒരു പേരും കിട്ടി. അതുവഴിയാണ് ഈ ഒരു ചെറിയ അമ്പ് വന്നിട്ട് കഴുത്തിൽ കുത്തിയത്. അങ്ങനെയാണെങ്കിൽ ഈ അമ്പ് വന്ന് കുത്തുന്നത് ഗെയിമിന്റെ പാർട്ടായിരിക്കും എന്ന് ഐലൻഡ് ടീം വിശ്വസിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡിറ്റക്റ്റീവ് പറയും ഇല്ല ഈ ഒരു കാര്യം സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരിക്കലും എഴുതിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഐലൻഡ് ടീം അതൊരിക്കലും വിശ്വസിക്കുന്നില്ല. ഹേയ് നിങ്ങൾ കളിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് പറയുന്നതും പെട്ടെന്ന് നമ്മുടെ ഡിറ്റക്റ്റീവ് കണ്ണെല്ലാം മയങ്ങിയിട്ട് നേരെ താഴേക്ക് വന്ന് വീഴുന്നു. അപ്പോൾ ഡെക്സൺ പറയും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ ഈ ഒരു കാര്യം ഒരിക്കലും ഞങ്ങളുടെ സ്ക്രിപ്റ്റിലില്ല എന്ന് പറയുന്നതും കാലിഫ് CPR കൊടുത്ത് ഡിറ്റക്റ്റീവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ വന്നിട്ട് ഡിറ്റക്റ്റീവിന്റെ പൾസ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഹീറോ പറയും സോറി ഡിറ്റക്റ്റീവ് മരിച്ചു എന്ന് പറയുന്നതും ഇപ്പോൾ ഗെയിമിന്റെ ഭാഗമായിട്ടുള്ള കൊലപാതക ഗെയിം കളിക്കാൻ തുടങ്ങിയതും റിയൽ ആയിട്ടും ഒരാൾ മരിച്ചു. അപ്പോൾ ഇതിലുള്ള യഥാർത്ഥ സത്യം എന്താണെന്നാണ് ഇനി ഇവർ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഡോട്ടാണ് മർഡർ വെപ്പൺ. ഹീറോ അതെടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് അതിൽ തേൻ ഒട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഡിറ്റക്റ്റീവ് താഴെ വീണ ഈ ഒരു രീതി നോക്കുമ്പോഴത്തേക്കും അനഫൈലാറ്റിക് ഷോട്ട് പോലെയാണ് തോന്നുന്നത്. എന്താന്ന് വെച്ചാൽ ജീവന് തന്നെ അപകടമാവുന്ന ഒരു അലർജിക് റിയാക്ഷൻ. വേറൊന്നുമല്ല ഡിറ്റക്റ്റീവിന് തേൻ അലർജിയാണ്. അപ്പൊ ഇതറിഞ്ഞ ആരോ ഒരാളാണ് ഈ അമ്പില് തേൻ പുരട്ടിയിട്ട് ഡിറ്റക്റ്റീവിന്റെ കഴുത്തിലേക്ക് വിട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഡോട്ട് വിട്ടിട്ടുള്ള ആളുടെ കയ്യിൽ തന്നെ ആയിരിക്കണം എന്തായാലും ആ ഒരു റിമോട്ട് ഉള്ളത്. അപ്പോൾ ഹീറോ പറയും ഓക്കെ എല്ലാവരുടെയും പോക്കറ്റ് ഇപ്പൊ തന്നെ ചെക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ എല്ലാവരും അവരുടെ പോക്കറ്റിലിരിക്കുന്ന കാര്യങ്ങളെല്ലാം എടുത്ത് വെളിയിലേക്ക് വെക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആരുടെ കയ്യിലും റിമോട്ട് എന്തായാലും ഇല്ല. അപ്പോൾ ഹീറോ ചോദിക്കും ഓക്കെ ഡിറ്റക്റ്റീവിന്റെ മെഡിക്കൽ റെക്കോർഡുകളെല്ലാം ആർക്കാണ് കൂടുതൽ അറിയുക എന്ന് ചോദിക്കുമ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം മിസ്റ്ററി ഐലൻഡിലെ സെർവറിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ട് ടീമിനും ഈ കാര്യങ്ങളെല്ലാം അറിയാം എന്ന് കാലിഫ് പറയും. അപ്പോൾ ടോം പറയും ഒരു പക്ഷെ ആരെങ്കിലും അത് ഹാക്ക് ചെയ്താണെങ്കിലോ. അങ്ങനെ അത് സംസാരിച്ചിട്ട് എല്ലാവരും മെയിൻ ഹാളിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പൊ ഇതുപോലൊരു കാര്യം നടക്കുമെന്ന് ഇവരാരും പ്രതീക്ഷയില്ല. ഇപ്പോൾ പോലീസിനെ വിളിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഫോണിൽ സിഗ്നലും കിട്ടുന്നില്ല. അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് വെളിയിൽ എന്തോ ഒരു കാര്യം പൊട്ടുന്നൊരു ശബ്ദം കേൾക്കുന്നു. എല്ലാവരും ഓടി വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ആ ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് ഉണ്ടല്ലോ അതിപ്പോൾ പൊട്ടിത്തെറിച്ചു. അപ്പോൾ നെറ്റ്വർക്ക് ഇല്ലാതെ ഐലൻഡിന് വെളിയിലുള്ള ആരെയും കോൺടാക്ട് ചെയ്യാനും ഇവരെ കൊണ്ട് കഴിയത്തില്ല. അതുപോലെ ഇവരെല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകാനായിട്ടുള്ള ബോട്ട് തിങ്കളാഴ്ച മാത്രമേ തിരിച്ചു വരാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ഐലൻഡ് വിട്ട ആർക്കും വെളിയിലും പോകാൻ കഴിയത്തില്ല. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ എല്ലാവരും പെട്ടുപോയല്ലോ എന്ന് വിചാരിക്കുന്നതും നമ്മുടെ ഹീറോ ഈ ഒരു ക്രൈം സീൻ അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ആ ഒരു ഗെയിം റൂമിലേക്ക് പോവാണ്. അങ്ങനെ എല്ലാവരും ഹീറോയുടെ പിറകെ തന്നെ നടന്നു പോകും. ഗെയിം റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അടുത്തൊരു ടെസ്റ്റ് ഡിറ്റക്റ്റീവിന്റെ ശരീരം അവിടെ കാണാൻ പോലുമില്ല. എന്താന്ന് കാണിക്കുമ്പോൾ ഈ റൂം വിട്ടവർ വെളിയിൽ വന്നിട്ട് 10 മിനിറ്റ് പോലും ആയിട്ടില്ല. അതിന് മുന്നേ ഈ ഒരു ബോഡി ഇവിടെ നിന്ന് ആരാ കൊണ്ടുപോയത് എന്ന് എല്ലാവരും ഷോക്കായിട്ട് നോക്കി നിൽക്കാണ്. അപ്പോൾ ഹീറോ തന്റെ കയ്യിലുള്ള തോക്കെടുത്തിട്ട് ഓക്കെ ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ ഡിറ്റക്റ്റീവിനെ എടുത്തുകൊണ്ട് പോയ അടയാളമോ അല്ലെങ്കിൽ ആ കില്ലർ അകത്തേക്ക് കയറിയ അടയാളമോ ഒന്നും ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അതുമല്ല ഡെക്സർ ആണല്ലോ ഇതിനെല്ലാം ടീം ലീഡർ ആയിട്ടുള്ളത്. അപ്പൊ തന്റെ ചുമതലയുള്ള ഈ ഒരു റിസോർട്ടിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നതുകൊണ്ട് ഡെക്സറിനും വല്ലാണ്ടായിപ്പോയി. അതുമല്ല ഡിറ്റക്റ്റീവിന്റെ ശരീരം കില്ലർ എവിടേക്കാണ് കൊണ്ടുപോയത് എന്ന് അന്വേഷിക്കാൻ വേണ്ടി ആർക്കും ഇപ്പോൾ അത്ര വലിയ താല്പര്യമില്ല. എല്ലാവരും വല്ലാണ്ട് ക്ഷീണിച്ചു പോയി. അതുകൊണ്ട് എല്ലാവരും പറയും ഓക്കെ നമുക്ക് എല്ലാവർക്കും നാളെ തന്നെ ഫ്രഷ് ആയിട്ട് ആ കാര്യം അന്വേഷിക്കാമെന്നും പറഞ്ഞ് എല്ലാവരും ഉറങ്ങാനായിട്ട് പോകുന്നതിന് മുന്നേ ഹീറോ പറയുന്നുണ്ട് ഓക്കെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി എല്ലാവരും 2 പേര് വീതം ഒരേ റൂമിൽ കിടന്നാൽ മതി എന്ന് പറഞ്ഞാണ് പറഞ്ഞു വിടുന്നത്. അതുമല്ല ആർക്കാരാണ് റൂംമേറ്റ് ആവേണ്ടത് എന്ന് നമ്മുടെ ഹീറോ തന്നെ ഡിസൈഡ് ചെയ്യും.
റിസോർട്ടിന്റെ ഓണറും അതേപോലെ തന്നെ കാലിഫും ഇവർ രണ്ടുപേരും ഒരു റൂമില്. ഡെക്സിനോടൊപ്പം ടോം എന്ന് പറഞ്ഞവൻ, ബെനറ്റിന്റെ കൂടെയാണെങ്കിലോ ഹിങ്ക, ഹീറോയിനോടൊപ്പം ജീൻ എന്ന് പറഞ്ഞിട്ട് അവരും. അപ്പോൾ ഡോക്ടർ പറയും സോറി എനിക്ക് എന്തായാലും റൂംമേറ്റിന് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഹീറോ പറയും ഓക്കെ അത് നിങ്ങളുടെ ഇഷ്ടം, എന്തായാലും ഞാൻ ഈ ഒരു ബിൽഡിംഗ് മുഴുവനായിട്ട് ഒന്ന് അന്വേഷിക്കാൻ പോവാണ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ കെട്ടിപ്പിടിച്ചിട്ട് ഓക്കെ കെയർഫുൾ ആയിട്ടിരിക്കും എന്ന് പറഞ്ഞാണ് ഹീറോ ഈ റിസോർട്ട് മുഴുവനായിട്ടും അന്വേഷിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ രാത്രിയാവുന്നത് നമ്മുടെ ഹീറോയിനും ജീനും ഉണ്ടല്ലോ, ഇവർക്ക് രണ്ടുപേർക്ക് ഉറക്കം വരുന്നില്ല. ഇവർ ഈ ഒരു കൊലപാതകത്തെ പറ്റി നല്ലതുപോലെ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ടുപേരും ആ ഒരു ഡിറ്റക്റ്റീവിനെ കൊല ചെയ്യാനുള്ള മോട്ടീവ് എന്തായിരിക്കും എന്ന് സംസാരിക്കുമ്പോൾ അവരൊരുപാട് ക്രിമിനൽസിനെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ, ഒരുപക്ഷെ അതുകൊണ്ടുള്ള റിവഞ്ച് എന്തെങ്കിലും ആയിരിക്കും. അതുമല്ല ഈ റിസോർട്ടിൽ വന്നിട്ടുള്ള കുറച്ചുപേരെ കൂടി ആ ഒരു കില്ലറിന് ടാർഗറ്റ് ഉണ്ടായിരിക്കണം എന്നുകൂടി ഇവർക്ക് സംശയമുണ്ട്. അങ്ങനെ അതേസമയം വെളിയിൽ നമ്മുടെ ഹീറോ ഗാർഡൻ ഭാഗത്തേക്ക് വന്നിട്ട് അവിടെയെല്ലാം ടോർച്ച് വെച്ച് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ആരോ നിൽക്കുന്നത് പോലെ ഹീറോ പെട്ടെന്ന് തോക്കെടുത്ത് അതാരാ വെളിയിലേക്ക് വരാൻ പറയുന്നതും ആ ചെടികൾക്കിടയിൽ നിന്നും കാലിഫ് ഉണ്ടല്ലോ അവൻ വെളിയിലേക്ക് വരും. അപ്പോൾ ഹീറോ ചോദിക്കും നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഈ ഒരു റിസോർട്ട് മുഴുവനായിട്ടൊന്ന് അന്വേഷിച്ചിട്ട് പോവാന്ന് വെച്ചു, അതുകൊണ്ട് ആ വെളിയിലേക്ക് വന്നേന്ന് പറയുമ്പോൾ ഹീറോ പറയും അതൊന്നും വേണ്ട ഞാൻ നോക്കിക്കോളാം, നീ അകത്ത് പോയിട്ട് റെസ്റ്റ് എടുക്കാൻ പറയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം ആവുന്നതും ഹീറോ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് ഇപ്പോൾ പറയാണ് ഓക്കെ ഇന്നലെ രാത്രിയാണ് ആ കില്ലർ ബോഡി എടുത്തുകൊണ്ട് പോയിട്ടുള്ളത്, അതുപോലെ ഇരുട്ടിൽ അവൻ ആ ഒരു ബോഡി ഒരുപാട് ദൂരം കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല, അതുകൊണ്ട് നമ്മളിപ്പോൾ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് ഈ ഒരു ഐലൻഡ് മുഴുവനായിട്ടും അന്വേഷിക്കണം എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയും പറയും ഓക്കെ ഈ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ ആ ഒരു കടങ്കഥയ്ക്കുള്ള ഉത്തരം കണ്ടുപിടിക്കുമ്പോഴാണ് ഈ ഡോട്ട് ട്രിഗർ ആയിട്ട് ആദ്യത്തെ കൊലപാതകം സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ കില്ലറിനെ ഈ ഗെയിമിനെ പറ്റി മനസ്സിലായിട്ടുണ്ട്. ഒരുപക്ഷെ അടുത്തടുത്ത ഗെയിമുകൾ കളിക്കുമ്പോഴായിരിക്കാം കില്ലർ പ്ലാൻ ചെയ്തിട്ടുള്ള അടുത്ത കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഗെയിം കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ബാക്കി കടങ്കഥകൾക്കുള്ള ആൻസർ എന്താണെന്ന് ഡോക്ടറിനോട് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഡോക്ടറും ആ ഒരു ഡിറ്റക്റ്റീവുമാണ് ഈ ഒരു ഗെയിം തന്നെ ഡിസൈൻ ചെയ്തത്, അതുകൊണ്ട് ഇവർക്കറിയാം അതിന്റെ ഉത്തരം. അപ്പോൾ ഡോക്ടർ പറയും ഞാനൊരു കേസിലെ FBI സഹായിക്കാൻ പോയി, അതുകൊണ്ട് ഞാനല്ല ഈ ഒരു ഗെയിം തയ്യാറാക്കിയത്, അത് ഡിറ്റക്റ്റീവാണ്, അതുകൊണ്ട് ഇതിനുള്ള ഉത്തരം ഡിറ്റക്റ്റീവിന് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറയുന്നതും. ഡെക്സിനോട് ചോദിക്കുമ്പോഴത്തേക്കും ഡെക്സ് പറയും ഇല്ല ഈ ഒരു ഗെയിം താൻ തന്നെ മാനേജ് ചെയ്യാന്നാണ് ഡിറ്റക്റ്റീവ് എന്നോട് പറഞ്ഞത്, അതുകൊണ്ട് ഞാനും അതിനെപ്പറ്റി കൂടുതലായിട്ടും ചോദിച്ചില്ല എന്ന് പറയും. അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഗെയിമിന്റെ അവസാനം എന്താണെന്ന് ഇവർക്കാർക്കും അറിയത്തില്ല. അപ്പോൾ അടുത്ത കഥകൾക്കുള്ള ആ ഒരു ഉത്തരം എന്താണെന്ന് ഞാനും ഡോക്ടറും കൂടി കണ്ടുപിടിക്കാം എന്ന് നമ്മുടെ ഹീറോയും പറയും. പക്ഷെ അവിടെയും നമ്മുടെ ഹീറോയ്ക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിനെ ഡോക്ടറിനോടൊപ്പം വിടാൻ വേണ്ടി, കാരണം ഈ കൂട്ടത്തിലുള്ള ഒരാൾ വേണമെന്നുണ്ടെങ്കിൽ കില്ലറിന്റെ സഹായിയായിരിക്കാം. അപ്പോൾ ഡെക്സ് ഹീറോയോട് ചോദിക്കും അല്ല നിങ്ങളാരെയും ഇപ്പോൾ സംശയിക്കുന്നത്, ഡോക്ടറാണോ ഇങ്കയാണോ അതോ കാലിഫാണോ? അപ്പോൾ ഇത് കേൾക്കുന്ന ഡോക്ടർ പെട്ടെന്ന് ഡെക്സിനോട് പറയും അല്ല നിങ്ങളുടെ പേരെന്താ വിട്ടത്, ഈ ഒരു റിസോർട്ടിന്റെ ഇൻചാർജർ തന്നെ നിങ്ങളാണ്, അതുകൊണ്ട് നീ വേണമെങ്കിൽ ആ ഒരു കൊലയാളിയെ സഹായിക്കാം എന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും പെട്ടെന്ന് വഴക്കുണ്ടാക്കുന്നത്. നമ്മുടെ ഹീറോ അതിനിടയിലേക്ക് കയറിയിട്ട് ഇവരെ രണ്ടുപേരെ സമാധാനപ്പെടുത്തുന്നു. അങ്ങനെ ഇങ്ക, ബെനറ്റ്, ഹീറോയിൻ, ഡോക്ടർ ഇവരെല്ലാവരും അടുത്ത ആ ഒരു കഥയ്ക്കുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ബുക്കിൽ എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഓരോരുത്തരായിട്ട് ഓരോ ബുക്ക് എടുത്ത് വായിക്കുകയാണ്. ആ സമയത്ത് ഡോക്ടർ ഒരു ബുക്ക് എടുത്തിട്ട് ഓക്കെ ഞാൻ വരാന്തയിൽ പോയിട്ട് വായിക്കാം എന്ന് പറഞ്ഞ് ഡോക്ടർ നേരെ വെളിയിലേക്ക് പോകുന്നു. അപ്പോൾ രണ്ടാമത്തെ ആ ഒരു ചെറുകഥ ഉണ്ടല്ലോ അതിനെ പറ്റിയുള്ള കാര്യം ഹീറോയിൻ ബുക്ക് എടുത്ത് ഇങ്ങനെ വായിക്കുമ്പോഴത്തേക്കാണ് അതിലൊരുപാട് നമ്പറുകൾ ഒളിച്ചിരിക്കുന്നതായിട്ട് ഹീറോയിൻ കണ്ടുപിടിക്കും. എന്താണെന്ന് വെച്ചാൽ 2 എന്ന് പറയുമ്പോഴത്തേക്കും ആ 2 എന്നുള്ള എഴുത്ത് അത് വെച്ച് മനസ്സിലാക്കാം ഇപ്പോൾ 4 എന്ന് പറയുന്നത് 4 എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു വാക്ക്. ഇപ്പം അങ്ങനെ വായിച്ചു നോക്കുമ്പോഴത്തേക്കും 1822 എന്ന് പറഞ്ഞൊരു നമ്പറാണ് ഇവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന ഇങ്ക് പറയും അതൊരു പക്ഷേ ഏതെങ്കിലും പേജിന്റെ നമ്പർ ആയിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ലൈനിനെ സൂചിപ്പിക്കുന്നതായിരിക്കാം. എന്താണെന്ന് വെച്ചാൽ പേജ് 182 ലൈൻ 24. അപ്പോൾ എല്ലാവരും അവർ വെച്ചിരിക്കുന്ന ആ ഒരു ബുക്കിൽ പേജ് 182 നോക്കുകയാണ്. അപ്പോൾ ഹീറോയിന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ബുക്കിൽ പേജ് 182 ലൈൻ 24 അവിടെ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ ഡെക്സ്റ്റർ എന്ന് പറഞ്ഞൊരു പേര് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു മൗണ്ടൈൻ ടീമിന്റെ ലീഡറായിട്ടുള്ള ഡെക്സറിന്റെ ഫുൾ നെയിമാണ് ഡെക്സ്റ്റർ. അപ്പോൾ ഇത് കാണുന്ന ഓണർ പെട്ടെന്ന് ഓ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഡെക്സർ ആണോ കില്ലർ എന്നും പറഞ്ഞിട്ട് ഓക്കെ ഈ കാര്യം എന്തായാലും ഡോക്ടറിനോട് പറയാം എന്നും പറഞ്ഞ് ഹീറോയിൻ, ഇങ്ക, പിന്നെ ആ ഒരു ഓണർ ഇവർ മൂന്നുപേരും ഡോക്ടറിനെ കാണാൻ വേണ്ടി വെളിയിലേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ ഡോക്ടറിനെ കാണാനില്ല. അപ്പോൾ ഹീറോയിൻ പറയും ശരി നമുക്ക് ഡോക്ടറിനെ കണ്ടുപിടിക്കാന്ന് പറയുമ്പോൾ ഇങ്ക പറയും ഇല്ല ഞാൻ എന്തായാലും റൂമിലേക്ക് തന്നെ പോയി ഇരിക്കാണെന്നും പറഞ്ഞ് അവൾ അവിടെ ഇരിക്കുന്നതും നമ്മുടെ ഹീറോയിനും ഓണറും ഡോക്ടറിനെ അന്വേഷിച്ച് പോവാണ്. അതേസമയം വെളിയിൽ കാണിക്കുമ്പോൾ ഹീറോ, ജെയിൻ, ടോം ഇവർ മൂന്നുപേരും ഈ ഒരു കടൽക്കരയിൽ എന്തെങ്കിലും ശരീരങ്ങൾ കിടക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി അവിടെ പോയി നോക്കുമ്പോഴത്തേക്കും അവിടെ എങ്ങനെ ശരീരങ്ങളൊന്നും കാണാനില്ല. അതുപോലെ ഗോൾഫ് കളിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് പോയ ഡെക്സിനെയും അതേപോലെ തന്നെ കാലിഫിനെയും ഇതുവരെയും കണ്ടിട്ടുമില്ല, അതുകൊണ്ട് അവിടെ പോയിട്ട് നമുക്ക് അവരെ കൂടി അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ഇവർ മൂന്നുപേരും ആ ഒരു ഗോൾഫ് കളിക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്. അങ്ങനെ അവിടേക്ക് വന്ന് നോക്കുമ്പോൾ നമ്മുടെ കാലിഫ് ഉണ്ടല്ലോ അവൻ താഴെ വീണ് കിടക്കുന്നു. ഹേയ് ഡെക്സ് എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ
കാലിഫിന് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ജെയിൻ അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കും. അതേസമയം നമ്മുടെ ഹീറോയിനും അതേപോലെ തന്നെ ആ ഒരു ഓണർ ഉണ്ടല്ലോ, ഇവര് രണ്ടുപേരും നേരെ കടൽക്കരയിലേക്ക് വരും. അങ്ങനെ അവർ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് ഡെഡ് ബോഡി ഒന്നും കാണാൻ കഴിയുന്നില്ല. പകരം ഈ മണലിലൂടെയുള്ള കാൽപ്പാടുകൾ കാണുന്നുണ്ട്. അതും രണ്ട് രീതിയിലുള്ള ഫുട് പ്രിന്റ്സ് രണ്ട് വശങ്ങളിലേക്ക് പോകുന്നത് പോലെയാണ് കാണുന്നത്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും തീരുമാനിക്കും, ഓക്കെ നമുക്ക് രണ്ടുപേർക്കും രണ്ട് ഡയറക്ഷനിലേക്ക് പോവാന്നും പറഞ്ഞ് രണ്ട് ഡയറക്ഷനിലായിട്ട് തന്നെ ഇവർ രണ്ടുപേരും പോവാണ്. അങ്ങനെ ആ സീൻ കട്ട് ചെയ്തിട്ട് ഇവിടെ കാലിഫിന്റെ അടുത്ത് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇവർ രണ്ടുപേരും ആ ഒരു ഗോൾഫ് കളിക്കുന്ന സ്ഥലത്തേക്ക് ബാറ്ററി കാറിൽ വരുമ്പോൾ മണലിൽ തിളങ്ങുന്നത് പോലെ എന്തോ ഒരു കാര്യം ഡെക്സ് കണ്ടു എന്ന് പറയും. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത്. ആ സമയത്ത് തന്നെ എന്റെ പിറകിലൂടെ ആരോ ഒരാള് നല്ല ശക്തിയായിട്ട് അടിക്കുമായിരുന്നു. അതും കൂടാതെ ഡെക്സിന് എന്താണ് സംഭവിച്ചതെന്നും എനിക്കറിയത്തില്ല എന്ന് കാലിഫ് പറയും. അങ്ങനെ ഇവര് നാലുപേരും അവിടെ നോക്കുമ്പോഴത്തേക്കാണ് കുറച്ച് ദൂരെയായിട്ട് രക്തം കിടക്കുന്നത് കാണുന്നത്. അപ്പൊ ആ ഒരു വശത്തേക്ക് നാലുപേരും നടന്നു ചെല്ലുമ്പോൾ ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ ഒരു ഡയറക്ഷനിലേക്കാണല്ലോ പോയത്. അവള് ഡിസീസ് ബംഗ്ലാവ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്, അവിടേക്ക് ചെന്നിട്ട് ഡോക്ടറിനെ അന്വേഷിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇവർ നടത്തുന്ന ആ ഒരു മർഡർ മിസ്റ്ററി ഗെയിം ഉണ്ടല്ലോ, ആ ഗെയിമിൽ മരിക്കുന്നത് പോലെ അഭിനയിക്കുന്ന ആ ഒരു വിക്ടിംസ് ഈ ഒരു ബംഗ്ലാവിലേക്കാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഗെയിമിന്റെ ബാക്കി ഭാഗങ്ങൾ റിസോർട്ടിൽ നടക്കും. അതുകൊണ്ടാണ് ഹീറോയിൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഹീറോയിന്റെ കയ്യിൽ അവളുടെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു ഗോൾഫ് സ്റ്റിക്കും കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ പോകുന്നതും അങ്ങനെ ഹീറോയിന്റെ പിറയിലൂടെ ഒരു കൈ വരുന്നു. പെട്ടെന്ന് ഹീറോയിനെ പിടിക്കുമ്പോൾ ഹീറോയിൻ ആ ഒരു ഗോൾഫ് സ്റ്റിക്ക് വെച്ചിട്ട് ഒരു ഒറ്റയടി ആടിക്കൊള്ളുന്നത് വേറെ ആർക്കുമല്ല, ആ ഡോക്ടറിന് തന്നെയാണ്. ഹേയ് ഡോക്ടർ, നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഞാൻ ആ ഒരു ബുക്ക് വായിക്കാനായിട്ടാണ് ഇവിടേക്ക് വന്നത്. പിന്നെ ഈ ഒരു ഹോട്ട് ബാത്ത് പോള് കണ്ടപ്പോഴത്തേക്കും അതിലൊന്ന് കുളിക്കാന്ന് വെച്ചു. ഈ കാര്യം ഡോക്ടർ പറയുമ്പോഴത്തേക്കും കറക്റ്റ് സമയത്ത് അവിടേക്ക് ഓണറും വരുന്നു. എന്നിട്ടാണ് ഒരു ഓണർ ചോദിക്കുന്നത്, അല്ല ഈ റിസോർട്ടിന്റെ അവസ്ഥ തന്നെ ഇപ്പോൾ എന്താണെന്ന് നോക്കണം. അതിനിടയിൽ ഇത്ര ഹാപ്പി ആയിട്ട് ഇരുന്ന് കുളിക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് എങ്ങനെ കഴിയുന്നു ഡോക്ടർ എന്നാ ഓണർ ചോദിക്കുന്നുണ്ട്. ഓക്കെ, വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇവർ രണ്ടുപേരും അതിനകത്തുള്ള ഒരു റൂം നോക്കുമ്പോഴത്തേക്കാണ് ഈ മൗണ്ടൻ ടീം മെമ്പേഴ്സ് ഉണ്ടല്ലോ, അവരുടെ 5 പേരുടെ ഫോട്ടോയും അവിടെ ഒരു ബോർഡിൽ ഒട്ടിച്ചു വെച്ചേക്കുന്നു. അതിൽ ഡിക്റ്റേറ്റീവിന്റെ ഫോട്ടോയിൽ മാത്രം ഒരു ഇൻഡു മാർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹീറോയും പറയുന്നത്, ഹേയ് ഡോക്ടർ, ഇത് കാണുമ്പോഴത്തേക്കും നിങ്ങളുടെ ടീമിലുള്ള ആളുകളെ കൊല്ലാനായിട്ടാണല്ലോ ആ ഒരു കൊലയാളി ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്ന് പറയുന്നതും ഇപ്പൊ ഇവിടെ നമ്മുടെ ഹീറോയുടെ ടീമിനെ കാണിക്കുമ്പോൾ ഇവരെല്ലാവരും ഫോളോ ചെയ്ത് വന്നിട്ട് അവസാനം ഒരു തൊപ്പി കണ്ടുപിടിക്കുന്നു. അത് ഡെക്സിന്റെ തൊപ്പി തന്നെയാണ്, അതിൽ രക്തക്കറയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന് മുകളിലുള്ള ആ ഒരു ടവറിൽ നിന്നും ഡെക്സിനെ താഴേക്ക് തള്ളിയിട്ടിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഹൈറ്റിൽ നിന്നും താഴേക്ക് വീണ് കഴിഞ്ഞാൽ എന്തായാലും ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. നമ്മുടെ ഡെക്സിനെയും ആ കൊലയാളി കൊന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഇവർക്ക് ഡെക്സിന്റെ ശരീരം ഇതുവരെയും കിട്ടിയിട്ടില്ല. അത് ആ കൊലയാളി എവിടെയോ ഒളിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും വീണ്ടും ഒന്നിച്ച് കാണുകയാണ്. അതുപോലെ ഡെക്സ്റ്റർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്ലൂ കിട്ടിയത് കൊണ്ട് തന്നെ ഡെക്സ്റ്റർ ആയിരിക്കും കൊലയാളി എന്നാണ് ഇവരെല്ലാവരും സംശയിച്ചത്. പക്ഷേ അവനിപ്പോൾ മരിച്ചതുകൊണ്ട് അവൻ എന്തായാലും കൊലയാളിയല്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് അടുത്തൊരു കൊലപാതകം നടക്കുന്നതിന് മുന്നേ കൊലയാളിയെ കണ്ടുപിടിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ ആരാണ് കൊലയാളിയുടെ സഹായി എന്നെങ്കിലും കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ് ഒരുപക്ഷെ ആ കൊലയാളിയുടെ സഹായി ഒരുപക്ഷെ ഐലൻഡ് ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ഒരാളായിരിക്കാം. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ കില്ലറിന്റെ ടാർഗറ്റ് എല്ലാം മൗണ്ടൻ ടീമിലുള്ള ഞങ്ങളെല്ലാവരുമാണ്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറയുന്നതും ഇത് കേട്ട ടോം ആണെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ഇവര് രണ്ടുപേരും വഴക്കിടുമ്പോഴത്തേക്കും ഹീറോയും പറയും, അതെ എല്ലാവരും കുറച്ചു നേരം ഒന്നും മിണ്ടായിരുന്നിട്ട് എല്ലാവരും അവരുടെ റൂമിലേക്ക് പോ എന്ന് പറയുമ്പോഴത്തേക്കും ഇത്തവണ ആരെയാണ് വിശ്വസിക്കേണ്ടതെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഓരോരുത്തരും ഓരോ റൂമിലായിട്ടാണ് പോകുന്നത്. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഈ ഒരു കേസിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി ഹീറോയിന്റെ മുറിയിലേക്ക് വരികയാണ്. അപ്പോൾ ഹീറോയിൻ ആണെങ്കിലോ ഈ കേസിനെ പറ്റി നോക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും ഫോട്ടോയും അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ കില്ലറിന്റെ മോട്ടീവ് എന്താണെന്ന് ഹീറോയിൻ ഇപ്പോൾ മനസ്സിലാവുന്നില്ല. കാരണം ഈ ഡിക്റ്റേറ്റീവിന്റെ കൊലപാതകത്തിലെ ഒരു തുള്ളി രക്തം പോലും എവിടെയും ചിന്തിയിട്ടില്ല. വ്യക്തമായിട്ടൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഡെക്സ്റ്ററിന്റെ കൊലപാതകത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോഴത്തേക്കും ഹീറോ പറയും, ഒരുപക്ഷേ 2 കില്ലർ ഉണ്ടെങ്കിലോ. അപ്പോൾ ഹീറോയിൻ പറയും, മിസ്റ്ററി മൗണ്ടൻ ഐലൻഡിന് ആക്സസ് ഉള്ള ഒരാള്, അതുമല്ലാതെ സൈക്കോളജി നല്ലതുപോലെ അറിയാവുന്ന ഒരാള്. കാരണം കൊല ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെ മാറ്റിയിട്ട് എല്ലാവരെയും കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ അതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഡോക്ടറിന് മാത്രമാണ് ക്രിമിനൽ സൈക്കോളജി നല്ലതുപോലെ അറിയാവുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും സംശയിക്കുന്നത് ഡോക്ടറിനെയാണ്. കാരണം കുറെ നേരം മുന്നേ ഡോക്ടർ എവിടേക്കാണ് പോയതെന്ന് ആർക്കും അറിയത്തില്ല. ഒരുപക്ഷെ ആ ഒരു ഗ്യാപ്പിലായിരിക്കണം ആ ഒരു ഗോൾഫ് കളിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നിട്ട് കാലിഫിനെ അടിച്ചിട്ട് ഡെക്സ്റ്ററിനെ ആ ഒരു ടവറിന് മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൊന്നിട്ടുള്ളത്. അതുപോലെ തന്റെ ദേഹത്തുള്ള ആ ഒരു രക്തക്കറ മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കണം ആ ഒരു ബംഗ്ലാവിലേക്ക് പോയിട്ട് കുളിച്ചതും. അപ്പോൾ ഹീറോ പറയും, ഇത് കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് ഡോക്ടറിനോട് തന്നെ ചോദിക്കാമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും നേരെ ഡോക്ടറിന്റെ മുറിയിലേക്ക് ചെല്ലുന്നു. കുറെ നേരം തട്ടിയിട്ടും ഡോക്ടർ കതക് തുറക്കുന്നില്ല. അവസാനം ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ലോക്ക് പൊളിച്ച് അകത്തേക്ക് ചെല്ലുന്നതും ഡോക്ടർ ഒരു കത്തിയെടുത്ത് ഹീറോയുടെ കഴുത്തിലേക്ക് വയ്ക്കും. അതുപോലെ ഹീറോയുടെ പോക്കറ്റിലുള്ള ആ ഒരു തോക്കെടുത്ത് താഴെക്കിടും. എന്നിട്ട് പറയും, എന്നെ ആരോ ഇതിൽ ഫ്രെയിം ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കും, അല്ല അതിനെന്തിനാ എന്റെ കഴുത്തിൽ കത്തി വയ്ക്കുന്നത്? ഈ സമയം കൊണ്ട് പുറകിലൂടെ വന്ന ഹീറോയിൻ ആ തോക്കെടുത്ത് ഡോക്ടറിനെ നേർക്കിങ്ങനെ ചൂണ്ടുമ്പോഴത്തേക്കും ഡോക്ടറിന്റെ ശ്രദ്ധ മാറും. ആ സമയം കൊണ്ട് ഹീറോ
ഡോക്ടറിന്റെ കയ്യിലുള്ള ആ ഒരു കത്തി ഇടിച്ചു കളഞ്ഞ് ഡോക്ടറിനെ പിടിച്ചു വെക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഡോക്ടറിന്റെ വെളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ ഡിറ്റക്റ്റീവിനെ കൊന്നിട്ടില്ല, ഡെക്സ്റ്റിനെയും കൊന്നിട്ടില്ല എന്ന് പറയുന്നതും ഇപ്പോൾ ഹീറോ വിചാരിക്കുന്ന എന്താണ്, ഈ ഡോക്ടറിനെ എന്തായാലും വെളിയിലേക്ക് വിടേണ്ട, അത് സേഫ് അല്ല എന്ന് പറഞ്ഞ് ഈ സെക്യൂരിറ്റി കോഡുള്ള ഒരു ലോക്ക് റൂമുണ്ട്, അതിനകത്തേക്ക് കൊണ്ടുവന്ന് ഡോക്ടറിനെ അവിടെ കെട്ടിയിടും. ഇപ്പോൾ ഡോക്ടർ കൊല ചെയ്തോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്നിരുന്നാലും ഒരു പോലീസുകാരനെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നത് എന്തായാലും തെറ്റാണ്. അതുകൊണ്ട് സംശയിക്കുന്ന ആളായിട്ട് നമ്മുടെ ഡോക്ടറിനെ ആ മുറിക്കകത്ത് പൂട്ടിയിട്ടിട്ടാണ് ഇവർ പോകുന്നത്. അങ്ങനെ ഈ ഡോക്ടറിന്റെ ഭാഗത്ത് സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് ഹീറോയിനും ബാക്കിയുള്ള എല്ലാവരോടും പറയുന്നുണ്ട്. അതുമല്ല, ഡോക്ടർ ഒരു ക്രിമിനൽ സൈക്കോളജിസ്റ്റ് മാത്രമല്ല, ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറും കൂടിയാണ്. അതുപോലെ FBI കേസിൽ സഹായിക്കുന്ന ഒരാൾ, കൂടാതെ ഒരു ബുക്കും എഴുതിയിട്ടുണ്ട്. ഇപ്പം അങ്ങനെയുള്ള ഒരാൾ ഒരു കില്ലറായിട്ട് മാറുമെന്ന് ഇവർക്കാർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ടോം പറയുന്നത്, ഈ ഡോക്ടറിനെ കാണുന്ന സമയത്ത് തന്നെ എനിക്ക് അയാളിൽ ഒരു ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തോന്നി. കാരണം അയാൾ എന്നെ എവിടെ കണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ ഡോക്ടറിനെ എവിടെ കണ്ടതായിട്ടും ഒരു ഓർമ്മയില്ല. അപ്പോൾ മൗണ്ടൻ ടീമിൽ ഇനി ബാക്കിയുള്ളത് കാലിഫും ഹിങ്കയും മാത്രമാണ്. അങ്ങനെ അവരോട് ഹീറോ സംസാരിക്കും. അതുപോലെ ഈ ഡോക്ടറിനെ ഇതുപോലെ റൂമിൽ പൂട്ടിയിട്ടുള്ള കാര്യം ഇവർക്ക് രണ്ടുപേർക്കും അറിയാം. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങനെ ഒരു കാര്യം സംഭവിച്ചോ? അപ്പോൾ ഹീറോ ഇവരോട് ഓക്കെ, ആ ഡോക്ടറിനെ പറ്റി നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ക പറയും, ഡോക്ടറിന്റെ ഫാമിലിയായിട്ട് അങ്ങനെ ആരുമില്ല. അതുപോലെ ഡോക്ടർ കൂടുതലായിട്ടും ഈ കില്ലേഴ്സിന്റെ പ്രൊഫൈലാണ് കൂടുതൽ നോക്കിക്കൊണ്ടിരുന്നത്. അതിനെപ്പറ്റി ഞാൻ ഒരു ദിവസം ഈ ഡോക്ടറിനോട് ചോദിച്ചിരുന്നു എന്ന് കാലിഫ് പറയുമ്പോൾ ഡോക്ടർ എന്നോട് മറുപടി പറഞ്ഞതെന്താണെന്നറിയോ? കൊല ചെയ്യുന്നതും ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഹീറോയിനും പറയും, ഞങ്ങൾ ഡോക്ടറിനോട് പോയിട്ടൊന്ന് സംസാരിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞ് ഡോക്ടറിനെ പൂട്ടിയിട്ടേക്കുന്ന ആ ഒരു മുറിക്കകത്തേക്ക് വരുമ്പോൾ ഡോക്ടർ പറയും, ഈ കൈവിലം കിട്ടേക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്, അതൊന്ന് അഴിച്ചു തരാൻ പറയുമ്പോൾ ഹീറോ അത് അഴിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, ആ ഒരു ഡോട്ട് വെച്ചിട്ട് ഡിറ്റക്റ്റീവിനെ കൊന്നത് നിങ്ങളല്ലേ? ഡോക്ടർ പറയും, ഇല്ല ഞാനല്ല എന്ന് പറയുമ്പോൾ, ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഫ്രെയിം ചെയ്യാനായിട്ട് ആരും ശ്രമിക്കുന്നുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, അതാരാണെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും, നിങ്ങളുടെ ടീമിലുള്ള ടോം ആയിരിക്കാം. അത് പറയാനൊരു കാരണമുണ്ട്. ഈ ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് ടോമിനെ എവിടെ കണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, അതെവിടെ വെച്ചിട്ടാണെന്ന് ഡോക്ടറിന് ഇപ്പോൾ ഓർമ്മ വന്നു. 2 വർഷങ്ങൾക്ക് മുന്നേ ഡോക്ടർ ജോലി ചെയ്തിരുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലാണ് ടോമും പഠിച്ചത്. ആ സമയത്ത് ടോം ഒരു പ്രോജക്റ്റ് കോപ്പി അടിച്ച് ചെയ്ത് തീർക്കുമായിരുന്നു. അത് കണ്ടുപിടിച്ച് മാനേജ്മെന്റിനെ അറിയിച്ചത് ഈ ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും അവനെ ഡിസ്മിസ് ചെയ്തു. ഇതേ ദേഷ്യത്തിൽ അവൻ എനിക്കൊരു മെയിൽ അയച്ചു, നിങ്ങളുടെ ജീവിതം തന്നെ ഞാൻ ഇല്ലാതാക്കുമെന്നും പറഞ്ഞ്. അതുകൊണ്ട് എന്റെ മേലിൽ ഈ ഒരു കൊലക്കുറ്റം എല്ലാം ചുമത്തിയിട്ട് എന്നെ ജയിലിൽ അയക്കാനാണ് അവൻ ശ്രമിക്കുന്നത് എന്നാണ് ഡോക്ടർ ഇപ്പോൾ ടോമിനെ സംശയിച്ച് പറയുന്നത്. അങ്ങനെ ഇത് കേട്ട ഹീറോയിനും ഇപ്പോൾ അവിടെ നിന്ന് വെളിയിലേക്ക് വന്നിട്ട് ബെനറ്റാണ് ടോമിനെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ബെനറ്റിനോട് ടോമിനെ പറ്റി ചോദിക്കുമ്പോൾ ബെനറ്റ് പറയും, ടോം പഠിച്ചത് ഒരിക്കലും ആ ഡോക്ടർ പറഞ്ഞ ആ ഒരു യൂണിവേഴ്സിറ്റിയിലല്ല. ഹീറോ ചോദിക്കും, അപ്പോൾ GW യൂണിവേഴ്സിറ്റിയിലാണോ? അപ്പോൾ അവർ പറയും, അതെ, അവിടെ പകുതി വരെ പഠിച്ചിട്ട് പിന്നീട് മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് അവൻ മാറുമായിരുന്നു. പക്ഷെ അതിനുള്ള കാരണം മാത്രമേ എനിക്ക് അറിയത്തില്ല എന്ന് പറയും. അപ്പോൾ ഇതിനെപ്പറ്റി തന്നെ ടോമിനോട് ചോദിക്കാമെന്ന് പറഞ്ഞ് ഇപ്പോൾ ടോമിനോട് ഇവർ കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ടോം പറയുന്നത്, അതെ, GW യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പഠിച്ചത് ശരി തന്നെയാണ്, അത് 1 വർഷം. പിന്നെ എൻ്റെ ലവർ മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതുകൊണ്ടാണ് ഞാനും അവിടേക്ക് പോയത്. അതല്ലാതെ ഈ ഡോക്ടർ പറഞ്ഞതുപോലെ ഒരു കാരണം അവിടെ ഇല്ല എന്ന് പറയുമ്പോൾ ടോം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നു ഞാൻ പഠിച്ച ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഈ ഡോക്ടർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലും എനിക്കറിയത്തില്ല എന്ന് പറയും. ഇപ്പോൾ ഇതിൽ ആരാണ് സത്യം പറയുന്നതെന്ന് ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ജെയിനിനെ ഒരു സംശയം. ഇപ്പോൾ ഈ ഐലൻഡിലുള്ള ആ കില്ലർ ഒരുപക്ഷെ ഒരു സീരിയൽ കില്ലർ ആണെങ്കിൽ ഓരോരുത്തരായിട്ട് മരണപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുപോലെ സീരിയൽ കില്ലർമാർ ഒരിക്കലും തങ്ങളുടെ മെത്തേഡ് മാറ്റത്തില്ല. ഒരുപക്ഷെ ഇതുപോലെ മെത്തേഡ് മാറ്റി കൊല ചെയ്യുന്ന ഒരാൾ ആരാണെന്ന് വെച്ചാൽ അത് ഹീറോയിൻ ജയിലിലോട്ട് അയച്ച ലോണി ആൽഫ്രഡ് ആയിരിക്കാം. ഒരുപക്ഷെ ഇപ്പോൾ കൊല ചെയ്യുന്നതും ലോണി ആൽഫ്രഡ് എന്ന് പറഞ്ഞാൽ അവന് വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം. അതിൽ ഞാൻ സംശയിക്കുന്നത് ഈ ഡോക്ടറിനെയാണ് എന്ന് ജെയിൻ പറയുമ്പോൾ ഈ ഡോക്ടറിന് ലണ്ടനിൽ കോണ്ടാക്ട് ഉണ്ട്, അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുമല്ല ലോണി ആൽഫ്രഡ് എന്ന് പറഞ്ഞാൽ അവനെയും ഡോക്ടറിനെ നല്ലതുപോലെ അറിയാം എന്ന് ജെയിൻ പറയുമ്പോഴത്തേക്കും കാലിഫ് പറയും, ഒരുപക്ഷെ കില്ലർ വേറെ ആരെങ്കിലും ആയിരിക്കാം. അപ്പോൾ ഇത് കേൾക്കുന്ന ഇങ്ക പറയും, എനിക്ക് നല്ല പേടിയാവുന്നുണ്ടെന്ന് പറയുമ്പോൾ ഓണർ പറയും, ശരി അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും ഒരേ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിനും ആ റൂമിലേക്ക് ചെന്ന് നമ്മുടെ ഡോക്ടറിനെ കാണുകയാണ്. അതുപോലെ ഡോക്ടറിന്റെ റൂമിൽ നിന്നും ഇവർക്ക് കുറച്ച് കത്തുകൾ കിട്ടിയിട്ടുണ്ട്, അതും ലോണി ആൽഫ്രഡ് എന്ന് പറഞ്ഞ അവൻ അയച്ച ലെറ്ററുകൾ. ഇപ്പോൾ ലോണി ആൽഫ്രഡ് അതിൽ എഴുതിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ തനിക്കൊരു പാർട്ണർ ഉണ്ട്, അയാളെ കാണാൻ വേണ്ടി ലണ്ടനിലേക്ക് വരാൻ കഴിയുമെന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അതുപോലെ ഡോക്ടർ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിരുന്നു, ആ ഒരു ഗെയിമിന്റെ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴത്തേക്കും അത് പൂർത്തിയാക്കാൻ കഴിയാതെ താൻ വേറെ എവിടേക്കോ പോയെന്നുള്ള കാര്യം. അതുകൊണ്ട് ഒരുപക്ഷെ ലോണി ആൽഫ്രഡ് പറഞ്ഞ ആ ഒരു പാർട്ണറിനെ കാണാൻ വേണ്ടിയിട്ടാണോ ഡോക്ടർ നിങ്ങൾ പോയത് എന്നുള്ള സംശയത്തിൽ ഹീറോയിൻ ചോദിക്കുമ്പോൾ ഹീറോ ഇപ്പോൾ ഡോക്ടറിനോട് ചോദിക്കും, ആ ഒരു പാർട്ണർ ഈ ഐലൻഡിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും, ഒരു ലെറ്റർ വെച്ചിട്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടാതെ എനിക്കിതിൽ ഒരു മറുപടിയും പറയാനില്ല എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിനും മാറി നിന്ന് സംസാരിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ അവർ പറയുന്നത് പോലെ ലോണി ആൽഫ്രഡിന്റെ കൂട്ടാളിയായിട്ടുള്ള ഒരാളാണ് ഈ കൊലപാതകം ചെയ്യുന്നതെങ്കിൽ ഒരു ബന്ധമില്ലാതെ ഡിറ്റക്റ്റീവിനെ എന്തിനാ അവർ കൊല്ലണം?
അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഹീറോയിൻ പറയും, ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അന്ന് ഡിറ്റക്റ്റീവിന്റെ കഴുത്തിലെ ആ ഒരു ഡോട്ട് വന്ന് കുത്തുമ്പോൾ ഡിറ്റക്റ്റീവിന്റെ അടുത്ത് നിന്നത് ഞാനായിരുന്നു. ഡിറ്റക്റ്റീവ് പെട്ടെന്ന് എന്റെ മുന്നിലേക്ക് വന്നതുകൊണ്ടാണ് ആ ഡോട്ട് ഡിറ്റക്റ്റീവിന്റെ കഴുത്തിൽ കുത്തിയത്. അങ്ങനെയാണെങ്കിൽ സത്യത്തിൽ കില്ലറിന്റെ ടാർഗറ്റ് ഒരിക്കലും ഡിറ്റക്റ്റീവ് അല്ല, അത് ഞാനാണെന്ന് പറയുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഹീറോയിനും ഇതുപോലെ തേനിന്റെ അലർജി ഉണ്ട്. അത് കുത്തിയിരുന്നെങ്കിൽ ഹീറോയിനും മരിച്ചേനെ. അതുമല്ല, ഈ ഒരു സൺസെറ്റ് കാണുന്നതും ഹീറോയിൻ ഇപ്പോൾ മൂന്നാമത്തെ ആ ഒരു ചെറുകഥയ്ക്കുള്ള ആൻസറും കിട്ടുന്നുണ്ട്. അതിൽ ഈവനിങ് സൺ ഹിഡൻ എന്ന് പറഞ്ഞു വരും. ആ സൺ എന്ന് പറയുന്നത് SON എന്നെന്തായിക്കൂടാ. ആ ഹോളോഗ്രാമിലെ എവിലിൻ പറഞ്ഞ ആ ഒരു 3 ചെറുകഥകളും ഒരാളെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അത് വേറെ ആരുമല്ല, എവിലിന്റെ മകൻ, ഈ റിസോർട്ടിന്റെ ഓണറായിട്ടുള്ള ജോൺ. അപ്പോൾ ജോണിന്റെ ശില്പമാണ് ഈ ഒരു റിസോർട്ടിന്റെ എൻട്രൻസിൽ അവർ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഹീറോയിനും അവിടേക്ക് ചെന്നിട്ട് ആ ഒരു ശില്പം അങ്ങനെ മാറ്റുമ്പോഴത്തേക്കാണ് അതിനടിയിലായിട്ട് എന്തോ ഒരു കാര്യം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു കണ്ണടയാണ്. ഇപ്പൊ ആ ഒരു കണ്ണട എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഇത് വേറെ ആരുടേതല്ല, ഡോക്ടറിന്റെ. ഇത് നമ്മുടെ ഓണറാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്കും അടുത്ത ടാർഗറ്റ് ഇനി ഡോക്ടറാണോ എന്ന് വിചാരിച്ചിട്ട് ഇവർ രണ്ടുപേരും ആ ഒരു സ്റ്റോർ റൂമിലേക്ക് ചെല്ലുമ്പോൾ കതക് തുറന്നു കിടക്കാണ്. അതേപോലെ തന്നെ ഉള്ളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഡോക്ടറിനെ അവിടെ കാണാനില്ല. നോക്കുമ്പോൾ അടുത്തുള്ള ചുമരിലെ രക്തം നല്ലതുപോലെ തെറിച്ചിട്ടുണ്ട്. കൂടാതെ ബുള്ളറ്റ് കൊണ്ട് ആ ഒരു പാടുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഡോക്ടറിനെ ആരെ ഷൂട്ട് ചെയ്താണ് കൊന്നിട്ടുള്ളത്. കൂടാതെ ഡോക്ടറുടെ ശരീരവും ഇപ്പൊ കാണാനില്ല. ഈ ഒരു ഡോക്ടറിനെ ഇവർക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള രീതിയിൽ ഇവർ എന്നൊരു ടെൻഷനായിട്ട് ഇപ്പോൾ ബാക്കിയുള്ളവരെ വിളിച്ചിട്ട് എല്ലാവരോടും ഈ കാര്യം പറയുന്നുണ്ട്. ഇത്രയും നേരം ഡോക്ടറിനെയാണ് കില്ലറെന്ന് ഇവരെല്ലാവരും വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ ആ ഡോക്ടറിനെ തന്നെ കൊലയാളി കൊന്നതുകൊണ്ട് എന്തായാലും ഈ ഒരു ലോക്കർ റൂമിന്റെ സെക്യൂരിറ്റി കോഡ് അടിച്ചിട്ടാണ് ഹീറോ അത് ലോക്ക് ചെയ്തിട്ടുള്ളത്. അതുവരെ ആ ഒരു കൊലയാളിക്ക് അറിയാം. അതുകൊണ്ട് ഇവര് രണ്ടുപേരും ഓക്കെ, നിങ്ങളെല്ലാവരും ഗെയിം റൂമിലേക്ക് പോയിക്കോ, ഞങ്ങൾ ഇപ്പൊ തന്നെ വരാമെന്ന് പറഞ്ഞ് രണ്ടുപേരും സംസാരിക്കുകയാണ്. അപ്പൊ ഇത്രയും നേരം ഉണ്ടായിരുന്ന ആ ഒരു ചെറുകഥ അതെല്ലാം മാറ്റിവെച്ചിട്ട് ഈ റിസോർട്ടിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഇവരൊന്നുകൂടി അനലൈസ് ചെയ്യും. അതിലൂടെ സത്യം എന്താണെന്നും ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ അവസാനം എല്ലാവരെയും ഒരിടത്തേക്ക് വിളിച്ചിരുത്തിയിട്ട് ഇവിടെ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് അവരോട് പറയാണ്. ഇതുവരെ 3 പേര് മരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കൊലയാളി ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്. പക്ഷേ മരിച്ചവരുടെ ശരീരം എവിടെ, അത് മാത്രമാണ് കണ്ടുപിടിക്കുന്നത്. ഇതിനു മുന്നേ ഈ റിസോർട്ടിന്റെ ഓണർ ഇതുപോലെ ഒരു മർഡർ മിസ്റ്ററി ഗെയിം നടത്തുമ്പോൾ സംഭവിക്കാത്തൊരു കൊല സംഭവിച്ചതുപോലെയാണ് ആ ഒരു ഗെയിം ഡിസൈൻ ചെയ്തത്. അപ്പോ അന്ന് നടത്തിയ ജോണിന്റെ അതേ ഐഡിയ തന്നെയാണ് ഇവിടെയും ഈ കൊലയാളി ഫോളോ ചെയ്യുന്നത്. മിസ്റ്ററി മൗണ്ടൻ എന്ന് പറഞ്ഞ ഈ ഒരു റിസോർട്ടിലെ കൊലയും നടന്നിട്ടില്ല, ആരും മരിച്ചിട്ടുമില്ല എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവരും ഷോക്കാവും. ഓക്കെ, ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഡിറ്റക്റ്റീവ് മരിക്കുമ്പോഴത്തേക്കും ഹീറോ അവരുടെ പൾസ് ചെക്ക് ചെയ്യുമ്പോൾ പൾസ് ഇല്ലായിരുന്നല്ലോ. അതിന് കാരണം വേറെ ഒന്നല്ല, അവരതിനു മുന്നേ കഴിച്ചിരുന്ന ഒരു ടാബ്ലറ്റ് ആണ്. ആ ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് റേറ്റ് അത് സ്ലോ ചെയ്യും. അതുകൊണ്ട് പൾസ് നല്ലതുപോലെ അറിയാൻ കഴിയത്തില്ല. അത് ആൻസൈറ്റിക്കായിട്ട് കഴിക്കുന്ന മെഡിസിൻ ആണെന്നാണ് ഡിറ്റക്റ്റീവ് നമ്മളോട് പറഞ്ഞത്. പക്ഷെ അത് കള്ളമാണ്. അത് കഴിഞ്ഞ അടുത്തത് ബ്ലൂടൂത്ത് ഡിവൈസ് പൊട്ടിത്തെറിക്കുമ്പോഴത്തേക്കും എല്ലാവരും വെളിയിലേക്ക് വന്ന് നോക്കിയിരുന്നല്ലോ. അപ്പൊ അവസാനമായിട്ടുള്ള ആ ലൈബ്രറിയിൽ നിന്ന് പുറത്തേക്ക് വന്നത് കാലിഫാണ് ആ അലർജി മാറാനുള്ള മരുന്ന് ഡിറ്റക്റ്റീവിന്റെ ദേഹത്ത് കുത്തിവെച്ചിട്ട് ഡിറ്റക്റ്റീവിനെ സഹായിച്ചത്. അതും കൂടാതെ ആ ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് ഒരിക്കലും പൊട്ടിത്തെറിച്ചതല്ല. അത് പൊട്ടിത്തെറിക്കാനുള്ള ഡിവൈസ് അവിടെ വെച്ചതേ ഡെക്സും ഹിങ്കയും ആണ്. അതെപ്പോഴാണ് നടന്നതെന്ന് വെച്ചാൽ എല്ലാവരും ഡിന്നർ കഴിക്കുമ്പോഴത്തേക്കും ഡിറ്റക്റ്റീവ് പറഞ്ഞത് കേട്ട് ഹിങ്ക ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോയല്ലോ. കൂടെ തന്നെ ഡെക്സും പോയി. സത്യത്തിൽ അവർ രണ്ടുപേരും പോയത് ആ ബ്ലൂടൂത്ത് ഡിവൈസ് പൊട്ടിക്കാനുള്ള ഡിവൈസ് വെക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് റിമോട്ട് വഴി അവരത് ഓപ്പറേറ്റും ചെയ്തു. കൂടാതെ ആ ഒരു ഡോട്ട് ഉണ്ടല്ലോ, അതും റിമോട്ട് വഴി പ്രവർത്തിപ്പിച്ചത് ഡെക്സ് തന്നെയാണ്. ഇത് കണ്ട് എല്ലാവരും ഷോക്കായിട്ട് നിന്ന ആ ഒരു സമയത്ത് നൈസായിട്ട് ആ റിമോട്ട് ബുക്ക് ഷെൽഫിന്റെ ഇടയിലേക്ക് അവൻ ഒളിപ്പിച്ചു വയ്ക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഡെക്സിന്റെ മരണം അതും ഫേക്കായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഡോക്ടർ ഹീറോയുടെ കഴുത്തിൽ കത്തി വെച്ചത്, ഡോക്ടറിന്റെ റൂമിൽ നിന്ന് ആ ഒരു കത്ത് കിട്ടിയത്, ഇതെല്ലാം സെറ്റപ്പ് തന്നെയായിരുന്നു. ഇവിടെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ. ആ ഒരു കാരണം കൊണ്ടാണ് ഡോക്ടറിനെ ഇവർ രണ്ടുപേരും കൊലയാളിയായിട്ട് സംശയിച്ചത്. അത് കഴിഞ്ഞ് ഒളിച്ചിരുന്ന ഡെക്സും ഡിറ്റക്റ്റീവും ആ ഒരു സ്റ്റോർ റൂമിലേക്ക് ചെന്നിട്ട് ഡോക്ടറിനെയും ഇതുപോലെ ഷൂട്ട് ചെയ്ത് കൊന്നതുപോലെ ഫേക്ക് ആയിട്ടുള്ള ഒരു കൊലപാതകം അവിടെ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. എന്താന്ന് വെച്ചാൽ കൊലയില്ലാത്ത 3 കൊലകൾ. സത്യത്തിലെ മരിച്ചുപോയ ഈ റിസോർട്ടിന്റെ ഫൗണ്ടർ ഉണ്ടല്ലോ ജോൺ, അവനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ മിസ്റ്ററി മൗണ്ടൻ റിസോർട്ട് ടീം ഇതുപോലൊരു ഗെയിം ഇവർക്ക് വേണ്ടി ചെയ്തത്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഹീറോയിനും പറഞ്ഞു തീരുന്നതും ഡെക്സ്, ഡിറ്റക്റ്റീവ്, ഡോക്ടർ ഇവര് 3 പേര് കൈയടിച്ച് വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. ഇപ്പോൾ ഡെക്സ് വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഈ കേസ് കണ്ടുപിടിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ ഡോക്ടർ പറയും, സോറി, നിങ്ങൾ രണ്ടുപേരും കുറെ ടെൻഷൻ അടിച്ചു, അതിനെന്തായാലും ഞാൻ നിങ്ങളോട് സോറി പറയുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഓണറും അതേപോലെ തന്നെ ജെനി ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും നിങ്ങളുടെ ഗെയിം ഇത്രയും സൂപ്പർ ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, അതും ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട്. എന്തായാലും മിസ്റ്ററി മൗണ്ടൻ എന്ന് പറഞ്ഞ ഈ റിസോർട്ടിന് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ടീമിനെ തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇവിടേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്ക് നല്ല കൂടുതലായിരിക്കും, ഈ റിസോർട്ടും നല്ല രീതിയിൽ വളരും എന്നും പറഞ്ഞുകൊണ്ട് ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഓക്കെ, ഇവിടെ വെച്ചാണ് നമുക്ക് മറ്റൊരു കാര്യം പറയേണ്ടത്. ഇതിനൊരു ഫസ്റ്റ് പാർട്ട് ഉണ്ട്, അതിൽ വേറൊരു സ്റ്റോറിയാണ്. എന്ന് വെച്ചാൽ
ഈ റിസോർട്ടിന്റെ ഫൗണ്ടർ ജോൺ ഉണ്ടല്ലോ, അയാളുടെ ഒരു ശില്പം ഈ റിസോർട്ടിന്റെ മുന്നിലായിട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അയാൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ റിസോർട്ടിൽ സെയിം രീതിയിൽ ഒരു സ്റ്റോറി സംഭവിച്ചിട്ടുണ്ട്. അതും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മർഡർ മിസ്റ്ററി ഗെയിം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ്. അപ്പൊ ആ ഒരു പാർട്ടും ഉടനെ തന്നെ ചെയ്യാം. അത് ഈ മൂവി കണ്ടതിന് ശേഷമാണ് എനിക്ക് ഫസ്റ്റ് പാർട്ടിന്റെ കാര്യം ഓർമ്മ വന്നത്. അതുകൊണ്ട് അതും ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എന്തായാലും കമന്റ് ചെയ്തേക്കുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.